ഗർഭചിത്രത്തിന് 2 തവണ വീര്യം കൂടിയ മരുന്ന് നൽകി. അശാസ്ത്രീയമായി ഗർഭചിത്രം നടത്തി. രക്തസ്രാവത്തെ തുടർന്ന് ആരോഗ്യനില മോശമായി. ഇതേ തുടർന്ന് 2 ആശുപത്രികളിൽ ചികിത്സ. ആ കാലയളവിൽ അവൾ അനുഭവിച്ച മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. യുവതി പോലീസിന് നൽകിയ മൊഴികളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര പരാമർശങ്ങളാണ്. പിന്നെ പരാതിയും കേസുമായതോടെ ഒരു പെണ്ണിനും താങ്ങാനാകാത്ത രീതിയിലുള്ള സൈബർ അധിക്ഷേപവും. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പൊക്കാൻ പോലീസ് വല വിരിച്ചിട്ടുണ്ട്. അയാൾ സംസ്ഥാനം വിട്ടിരിക്കാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടുന്നതിന് മുൻപ് രാഹുലിനെ പിടികൂടാൻ പോലീസിന് കഴിയുമോ? അതോടൊപ്പം സൈബർ അധിക്ഷേപത്തിൽ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ കൂടുതൽ പേർക്കെതിരെ പോലീസിന്റെ നടപടി ഉണ്ടാകുമോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പോലീസ് സംസ്ഥാനത്തെമ്പാടും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വല വിരിച്ച് തിരച്ചിൽ നടത്തുന്നു. അതിനിടെ അയാൾ തലസ്ഥാനത്തെത്തി വക്കാലത്തിൽ ഒപ്പിട്ട് മടങ്ങിയിട്ടും അന്വേഷണ സംഘം അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിനത് നാണക്കേടല്ലേ? അതോടെ യുവനേതാവിനെ കണ്ടെത്താൻ നാടുനീളെ അന്വേഷണം. രാഹുലിൻ്റെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ പുലർച്ചെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പ്രാഥമിക പരിശോധന. എന്നാൽ പരാതിക്കാരി പീഡനത്തിനിരയായ സമയത്ത് ആ ഫ്ളാറ്റിലെത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിയാത്തത് തിരിച്ചടി. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ ഒളിവിൽ തുടരാനുള്ള നീക്കമാണ് രാഹുൽ നടത്തുന്നതാണ് വിവരം. ഡോക്ടറുടെ മാർഗനിർദ്ദേശമില്ലാതെ കഴിച്ചാൽ ജീവൻ പോലും അപകടത്തിലാകുന്ന മരുന്നുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് നൽകിയതെന്നാണ് യുവതിയുടെ മൊഴി. ബലാത്സംഗ കേസിനെ തുടർന്ന് ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ തേടി അന്വേഷണ സംഘം പുലർച്ചെയാണ് പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തിയത്. രാവിലെ ഫ്ളാറ്റിൽ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തിയ അന്വേഷണ സംഘം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷം വീണ്ടും സ്വകാര്യ വാഹനത്തിൽ 5-അംഗ സംഘം ഫ്ളാറ്റിലെത്തുകയായിരുന്നു. പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫ്ളാറ്റിൽ എത്തിയതിന്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചില്ല. യുവതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് CCTV-കൾ പരിശോധിച്ചത്. എന്നാൽ CCTV-യുടെ DVR-ന് ബാക്കപ്പ് കുറവായതിനാൽ യുവതി എത്തിയ ദിവസത്തെ ദൃശ്യങ്ങൾ ലഭിച്ചില്ലെന്നാണ് വിവരം. രാഹുൽ കോയമ്പത്തൂരിൽ ഒളിച്ചു കഴിയുന്നതായുള്ള സംശയത്തെ തുടർന്ന് പോലീസിന്റെ ഒരു സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് വിവരങ്ങളെല്ലാം അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് വ്യാപകമായി പരിശോധന നടത്തുകയാണ് പോലീസ്. രാഹുലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും പോലീസ് നിരീക്ഷണത്തിലാണ്. ഇവരെ ആരെയും തന്റെ ഫോൺ നമ്പറിൽ നിന്ന് രാഹുൽ ബന്ധപ്പെട്ടിട്ടില്ല. രാഹുലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റുമാരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം ഡോക്ടറുടെ മാർഗനിർദ്ദേശമില്ലാതെ കഴിച്ചാൽ ജീവൻ പോലും അപകടത്തിലാക്കാവുന്ന മരുന്നുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് നൽകിയതെന്നാണ് യുവതിയുടെ മൊഴി. 7 ആഴ്ച വരെ കഴിക്കാവുന്ന മൈഫിപ്രിസ്റ്റോൺ, മൈസോപ്രോസ്റ്റോൾ എന്നീ മരുന്നുകളാണ് രാഹുലിന്റെ സുഹൃത്ത് ജോബി യുവതിക്ക് നൽകിയത്. ട്യൂബൽ പ്രഗ്നൻസിയാണെങ്കിൽ ട്യൂബ് പൊട്ടി മരണം വരെ സംഭവിച്ചേക്കാമെന്ന് ഡോക്ടർ പറഞ്ഞതായും യുവതി പോലീസിന് മൊഴി നൽകി. മരുന്ന് കഴിച്ചതിന് പിന്നാലെ ഗുരുതര രക്തസ്രാവമാണ് യുവതിക്കുണ്ടായത്. ഇതോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയും തേടി. ഇതിന്റെ മെഡിക്കൽ രേഖകളും യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട്. രാഹുലിന്റെ നിർബന്ധപ്രകാരം അശാസ്ത്രീയ ഭ്രൂണഹത്യ നടത്തുമ്പോൾ ഗർഭസ്ഥ ശിശുവിന് 3 മാസത്തെ വളർച്ചയാണ് ഉണ്ടായിരുന്നത്. ഭ്രൂണഹത്യയ്ക്ക് ശേഷം യുവതി മാനസികമായി തകരുകയും ജീവനൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും യുവതിക്കുണ്ടായി. ഇതിന്റെ രേഖകൾ പോലീസ് ശേഖരിച്ചു. യുവതിയെ പരിശോധിച്ച ഡോക്ടറിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കും. News 18
പാലക്കാട്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്തപ്പോഴും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തിയപ്പോഴും ഉണ്ടായതിനേക്കാൾ വലിയ വേദന ഒരു പെണ്ണിനോട്, പ്രത്യേകിച്ച് ഒരു ഇരയോട് കാണിക്കേണ്ട ദയ പോലും സൈബർ കൂട്ടങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാൻ ഇറങ്ങിയവരെല്ലാം ആ യുവതിയെ സോഷ്യൽ മീഡിയയിൽ വേട്ടയാടി. എന്നാൽ യുവതിയെ സൈബറിടത്തിൽ അധിക്ഷേപിച്ച ഓരോരുത്തരും കരുതിയിരിക്കുന്നത് നല്ലതാണ്. രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ കൂടുതൽ പേർക്കെതിരെ പോലീസിൻ്റെ നടപടി ഉണ്ടാകും. കേസിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരെയും പ്രതി ചേർത്തു. മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കൻ 1-ാം പ്രതിയായ കേസിൽ അഡ്വക്കേറ്റ് ദീപ ജോസഫ് 2-ാം പ്രതിയും സന്ദീപ് വാര്യർ 4-ാം പ്രതിയും രാഹുൽ ഈശ്വർ 5-ാം പ്രതിയുമാണ്. യുവതി നൽകിയ പരാതികളിൽ ഓരോ ജില്ലകളിലും കേസെടുക്കാനാണ് നിർദ്ദേശം. പരാതിക്കാരിക്കെതിരായ സൈബർ ആക്രമണത്തിൽ കടുത്ത നടപടി സ്വീകരിക്കാൻ ADGP H. വെങ്കിടേഷ് നിർദ്ദേശം നൽകിയതിനു പിന്നാലെയാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് രാഹുൽ ഈശ്വറിനെ സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നാണ് വിവരം. അതിജീവിതയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സ്വന്തം യൂട്യൂബ് ചാനലിലും ചാനൽ ചർച്ചകളിലും യുവതിയെ അപമാനിക്കുന്ന തരത്തിൽ പലതരം പരാമർശങ്ങൾ രാഹുൽ നടത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റുകൾ, വീഡിയോ ദൃശ്യങ്ങൾ എന്നിവ സഹിതമാണ് യുവതി പരാതി നൽകിയിരുന്നത്. പെൺകുട്ടി നൽകിയ തെളിവുകളും വിശദമായി പരിശോധിച്ചതിനു ശേഷം പരാതിയിൽ കഴമ്പുണ്ടെന്ന ബോധ്യത്തിലാണ് രാഹുലിനെതിരായ നടപടി. രാഹുലിന്റെ ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോൺ തുടങ്ങിയവയും പരിശോധനയ്ക്കായി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നൊരു 4:30 കൂടി വീട്ടിൽ വന്നായിരുന്നു. എന്നിട്ട് കൂടെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാനും കൂടെ ഇറങ്ങി. അവര് നമ്മുടെ വണ്ടിയിൽ തന്നെ നമുക്ക് വരാം എന്ന് പറഞ്ഞു. കൂടെ ഒരു പോലീസ് ഓഫീസറും കയറി. അപ്പൊ തൈക്കാടുള്ള ട്രിവാൻഡ്രം സിറ്റി സൈബർ പോലീസ് ഓഫീസിൽ അവിടെ കൊണ്ടുപോകുന്നെന്നാ പറഞ്ഞത്. പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന മധ്യയാണ് പറഞ്ഞത് അവിടെ വേണ്ട, AR ക്യാമ്പിലേക്ക് പോകണം. അങ്ങനെ AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയി ഇപ്പൊ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ അടിസ്ഥാനമില്ല. കാരണം FIR കാണിച്ചതിനകത്ത് അവർ പറയുന്നത് പെൺകുട്ടിയുടെ പേരും ഐഡന്റിറ്റിയും റിവീൽ ചെയ്തു എന്നുള്ളതാണ്. അത് നിയമത്തിന് അഗേൻസ്റ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ കേസിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരെയും പ്രതി ചേർത്തു. സന്ദീപ് വാര്യർ 4-ാം പ്രതിയാണ്. കേസിൽ രഞ്ജിത പുളിക്കൻ 1-ാം പ്രതിയും അഡ്വക്കേറ്റ് ദീപ ജോസഫ് 2-ാം പ്രതിയും രാഹുൽ ഈശ്വർ 5-ാം പ്രതിയുമാണ്. പരാതി നൽകിയതിനു ശേഷം യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ വ്യാപകമായ രീതിയിൽ സൈബർ അധിക്ഷേപം ഉണ്ടായിരുന്നു. സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് യുവതി നൽകിയ പരാതിയിൽ ഓരോ ജില്ലകളിലും കേസെടുക്കാനും നിർദ്ദേശമുണ്ട്. പരാതി നൽകുന്നതിന് മുമ്പ് തന്നെ അതിജീവിതയ്ക്കെതിരെ വളരെ മോശമായ പരാമർശങ്ങൾ രാഹുലും UDF ഹാൻഡിലുകളിലും നടത്തിയിരുന്നു. രാഹുലിനെതിരെ വെളിപ്പെടുത്തൽ ഉണ്ടായ അന്നു മുതൽ നടി റിനിക്കെതിരെയും വ്യാപക സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കേരള പോലീസിലെ മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാൾ ലഹരിക്കെതിരെ പോരാട്ടം നടത്തി തിളങ്ങി നിൽക്കുന്ന സമയം. എല്ലാവരോടും മാന്യമായ പെരുമാറ്റം. എന്നാൽ വടകര DYSP A. ഉമേഷിൻ്റെ പൊയ്മുഖം അഴിഞ്ഞു വീണത് SHO ബിനു തോമസിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെയാണ്. 2014 പാലക്കാട് അനാശാസ്യത്തിന് പിടിച്ച യുവതിയെ ഉമേഷ് ബലാത്സംഗം ചെയ്തത് അതീവ ഗുരുതരമായ കുറ്റകൃത്യമെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഇതോടെ ആരോപണ വിധേയനായ DYSP ഉമേഷിനെ സസ്പെൻഡ് ചെയ്തു. പോലീസ് പദവി ദുരുപയോഗം ചെയ്തതായും ആഭ്യന്തര വകുപ്പിന്റെ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയ ചെർപ്പുളശ്ശേരി SHO ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഉമേഷിനെതിരായി ഗൗരവമായ പരാമർശങ്ങളുണ്ടായിരുന്നു. 2014 പാലക്കാട് വടക്കാഞ്ചേരി സ്റ്റേഷൻ പരിധിയിൽ അനാശാസ്യത്തിന് കസ്റ്റഡിയിലായ യുവതിയെ സ്റ്റേഷനിലെത്തിച്ച ശേഷം കേസെടുക്കാതെ വിട്ടയച്ചിരുന്നു. തുടർന്ന് രാത്രിയിൽ CI ആയിരുന്ന ഉമേഷ് SI ബിനു തോമസിനൊപ്പം യുവതിയുടെ വീട്ടിലെത്തുകയും യുവതിയെ പീഡിപ്പിക്കുകയുമായിരുന്നു. താനും പിന്നീട് യുവതിയുമായി സൗഹൃദത്തിലായി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഉമേഷ് തന്നെ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി ബിനു തോമസ് ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കി.
കുറിപ്പിൽ പരാമർശിക്കപ്പെട്ട ഇരയായ സ്ത്രീ പാലക്കാട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് കഴിഞ്ഞ ദിവസം ആത്മഹത്യാക്കുറിപ്പ് സ്ഥിരീകരിച്ച് മൊഴി നൽകിയിരുന്നു. നിലവിൽ ഡിവൈഎസ്പിയായ ഉമേഷിന്റെ ഭാഗത്തുനിന്ന് പലതവണ ഭീഷണിയുണ്ടായിരുന്നതായും യുവതി മൊഴി നൽകി. തനിക്കൊപ്പം പിടിയിലായവരിൽ നിന്ന് ഉമേഷ് കൈക്കൂലി വാങ്ങിയതായും യുവതി മൊഴിയിൽ വ്യക്തമാക്കി. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് DGP ഉമേഷിനെ സസ്പെൻഡ് ചെയ്തത്. ഡിവൈഎസ്പിക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുക്കാൻ സാധ്യതയുണ്ട്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ ഡിവൈഎസ്പി അവധിയിൽ പ്രവേശിച്ചു. ആരോഗ്യപരമായ കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്. ഈ മാസം 15-നാണ് ബിനുവിനെ പോലീസ് ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട്ട് ACP ആയിരുന്ന ഉമേഷ് അടുത്തിടെയാണ് വടകരയിലേക്ക് സ്ഥലം മാറിയത്. ന്യൂസ് 18 കോഴിക്കോട്. നാട്ടിൽ കുടുംബവും ഭാര്യയും മക്കളുമൊക്കെ ഉണ്ട്. തൊഴിൽ സ്ഥലത്ത് മറ്റൊരു പങ്കാളി. പുതിയ തലമുറ അതിനെ ലിവിങ് ടുഗദർ റിലേഷൻ എന്നൊക്കെ പറയുമെങ്കിലും പച്ചയ്ക്ക് പറഞ്ഞാൽ അവിഹിതം. ഇത്തരം ബന്ധങ്ങൾക്ക് എത്ര നാളത്തെ ആയുസ് കാണും? ചെറിയ പ്രശ്നം മതിയല്ലേ വഴിവിട്ട ബന്ധങ്ങൾ തകരാൻ. പിന്നെ ആ പങ്കാളി ഒഴിവാക്കാൻ പെടാപ്പാട് പെടുന്നവരുണ്ട്. ഒരു നിവൃത്തിയുമില്ലാതെ വരുമ്പോൾ അങ്ങ് കൊന്നു തള്ളും. 2023 കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഒപ്പം താമസിച്ചിരുന്ന യുവതിയെ പങ്കാളി കൊലപ്പെടുത്തിയ സംഭവത്തിലേക്കാണ്. കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന് പിന്നാലെ ഒളിവിൽ പോയ വയനാട് മേപ്പാടി സ്വദേശി ആൻഡോ സെബാസ്റ്റ്യൻ 2 വർഷത്തിന് ശേഷം അറസ്റ്റിലായിരുന്നു. പ്രതിയെ നേരത്തെ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. മഞ്ചേശ്വരം താലൂക്കിലെ ഷേണി മത്താറയിലാണ് സിനിമാ കഥകളെ പോലും വെല്ലുന്ന സംഭവം നടന്നത്. എസ്റ്റേറ്റിലെ ഒരു ജീവനക്കാരൻ ഒപ്പം താമസിക്കുന്ന സ്ത്രീയെ കാണാനില്ല എന്ന് പറഞ്ഞ് കൂടെ ജോലി ചെയ്യുന്നവരെ വിശ്വസിപ്പിക്കുന്നു. പിണങ്ങിപ്പോയത് എന്നാണ് ഇയാൾ പറഞ്ഞത്. പിന്നീട് സ്ത്രീയെ കാണാനില്ല എന്ന് എസ്റ്റേറ്റ് സൂപ്പർവൈസറുടെ പരാതിയിന്മേൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. കൂടെ താമസിച്ചിരുന്ന ജീവനക്കാരൻ വയനാട് മേപ്പാടി തൃക്കൈപ്പറ്റ സ്വദേശി ആൻഡോ സെബാസ്റ്റ്യൻ തന്നെ സ്ത്രീയെ കൊലപ്പെടുത്തി വീടിനുള്ളിൽ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുകയായിരുന്നു. കൊലപാതകം നടത്തി ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഇയാൾ ഒളിവിൽ പോയി. 2023 ഫെബ്രുവരി മാസമായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. ബദിയടുക്ക പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി തിരുവനന്തപുരത്തുണ്ടെന്ന് കണ്ടെത്തി. പിന്നീട് തമ്പാനൂരിൽ വെച്ചാണ് ഇയാൾ അറസ്റ്റിലായത്. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങിയ പ്രതി പിന്നീട് ഒളിവിൽ പോവുകയും കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു. വയനാട് പുൽപ്പള്ളിയിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ബദിയടുക്ക പോലീസും കാസർഗോഡ് സബ് ഡിവിഷൻ സ്ക്വാഡും ചേർന്ന് പ്രതിയെ പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി PV വിജയഭാരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ASP ഡോക്ടർ നന്ദഗോപൻ MIPSന്റെ മേൽനോട്ടത്തിലുള്ള സംഘം വയനാട് പോലീസിന്റെ സഹായത്തോടുകൂടിയാണ് പ്രതിയെ സാഹസികമായി പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. കഴിഞ്ഞ ഓഗസ്റ്റ് ആദ്യം കുവൈറ്റിനുണ്ടായ മദ്യദുരന്തത്തിൽ ഇന്ത്യക്കാരുൾപ്പെടെ 23 പേർ മരിച്ച സംഭവം ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. കുവൈറ്റിൽ ഹോട്ടൽ ബിസിനസ് നടത്തിയിരുന്ന ബംഗളൂരു സ്വദേശി സൂരജ് ലാമയും ദുരന്തത്തിൽപ്പെട്ട ആശുപത്രിയിലായതാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബന്ധുക്കളെ പോലും അറിയിക്കാതെ അദ്ദേഹത്തെ കൊച്ചിയിലേക്ക് കയറ്റിവിടുന്നു. മദ്യദുരന്തത്തിന് പിന്നാലെ സ്വന്തം പേരുപോലും ഓർമ്മയില്ലാത്ത അവസ്ഥയിലായിരുന്നു ലാമ. കൊച്ചിയിലെത്തിയ അദ്ദേഹത്തെ തേടി കുടുംബം പലയിടങ്ങളിലും അന്വേഷിച്ചു. എന്നാൽ വിവരമൊന്നും കിട്ടിയില്ല. പോലീസ് തിരച്ചിൽ നടത്തിയിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ സൂരജ് ലാമയെന്ന് സംശയിക്കുന്നയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വിവരമാണ് പുറത്തു വന്നത്. കളമശ്ശേരി HMDക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ ജീർണിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. എന്നാൽ മരിച്ചത് ലാമ തന്നെയാണോ എന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്.
കഴിഞ്ഞ ഒക്ടോബർ 6-നാണ് സൂരജ് ലാമ കൊച്ചി എയർപോർട്ടിൽ വിമാനമിറങ്ങുന്നത്. കുവൈറ്റിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഡീപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്ന ലാമയെ കൊച്ചി വിമാനത്താവളത്തിലാണ് ഇറക്കിയത്. മദ്യദുരന്തത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ട ലാമ എങ്ങോട്ടു പോയി എന്ന് പിന്നീട് ഒരു വിവരവും ഉണ്ടായില്ല. ലാമയുടെ മകൻ സാൻഡ്രൻ ലാമ കഴിഞ്ഞ 1.5 മാസമായി പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങുകയാണ്. ഹൈക്കോടതിയിൽ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി അനുസരിച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയായിരുന്നു. ഒക്ടോബർ 10-ന് HMTയുടെ സമീപത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ ലാമയെ കണ്ടതായി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ലാമയുടേത് എന്ന് സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ലാമയെ കാണാതാകുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളോട് സാമ്യമുള്ളതാണ് മൃതദേഹത്തിൽ കണ്ടെത്തിയ വസ്ത്രം. രൂപഭാവങ്ങളും ഏറെക്കുറെ ലാമയോട് സാദൃശ്യമുള്ളതിനാൽ മൃതദേഹം തിരിച്ചറിയുന്നതിനും DNA പരിശോധനയ്ക്കുമായി മകനോട് എത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കുറഞ്ഞത് 1.5 മാസമെങ്കിലും പഴക്കമുണ്ട് മൃതദേഹത്തിന് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഓഗസ്റ്റ് ആദ്യമാണ് കുവൈറ്റിൽ മദ്യദുരന്തം ഉണ്ടായത്. ദുരന്തത്തിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ 23 പേർ മരിച്ചിരുന്നു. കുവൈറ്റിൽ ഹോട്ടൽ ബിസിനസ് നടത്തിയിരുന്ന സൂരജ് ലാമയും മദ്യദുരന്തത്തിൽ അകപ്പെട്ട് ആശുപത്രിയിലായവരിൽ ഒരാളാണ്. സൂരജ് ലാമ ദുരന്തത്തിൽ അകപ്പെട്ട വിവരം കുടുംബം ഏറെ വൈകിയാണ് അറിഞ്ഞത്. ഒക്ടോബർ 5-ന് ബന്ധുക്കളെപ്പോലും അറിയിക്കാതെ പരിചയക്കാർ പോലുമില്ലാത്ത കൊച്ചിയിലേക്ക് സൂരജ് ലാമയെ കയറ്റിവിടുകയായിരുന്നു. മദ്യദുരന്തത്തിന് പിന്നാലെ സ്വന്തം പേരുപോലും ഓർമ്മയില്ലാത്ത അവസ്ഥയിലായിരുന്നു ലാമ. ഒക്ടോബർ 6-ന് രാവിലെ മെട്രോ ഫീഡർ ബസ്സിൽ കയറി ആലുവ മെട്രോ സ്റ്റേഷൻ പരിസരത്ത് ലാമ എത്തിയതായി വിവരം ലഭിച്ചിരുന്നു. പിന്നീട് കളമശ്ശേരിയിൽ പലയിടത്തും കണ്ടതായി വിവരം ലഭിച്ചു. സൂരജ് ലാമയെ കൊച്ചിയിലേക്ക് കയറ്റിവിട്ടതായി ഒക്ടോബർ 7-ന് അറിഞ്ഞ കുടുംബം പിറ്റേന്ന് തന്നെ കൊച്ചിയിലെത്തി നെടുമ്പാശ്ശേരി പോലീസിൽ പരാതി നൽകി. ഇതിനിടെ 8-ന് തൃക്കാക്കരയിലെ ഒരു ഹൗസിംഗ് കോളനിയുടെ സമീപത്ത് അലഞ്ഞുതിരിയുന്ന ലാമയെ നാട്ടുകാർ കണ്ടെത്തി. തുടർന്ന് പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പിന്നീട് സൂരജ് ലാമയെ ഒരു ആംബുലൻസിൽ തനിച്ച് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. ഇവിടെ പ്രാഥമിക പരിശോധന നടത്തിയതിൻ്റെയും പിന്നീട് ആരും നോക്കാനില്ലാതെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൻ്റെയും CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് കൈമാറിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല എന്ന് ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ മകൻ ആരോപിച്ചിരുന്നു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ആലുവ DYSP TR രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ലാമയുടെ തിരോധാനം അന്വേഷിച്ചിരുന്നത്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം താന്നിവിള സ്വദേശി ഗോപാലകൃഷ്ണന് എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം പ്രദേശത്ത് തിരച്ചിൽ നടത്തിയതാണ്. അവിവാഹിതൻ, മറ്റു പ്രാരാബ്ധങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല. അതിനാൽ തന്നെ നാട് വിട്ട് എവിടെയെങ്കിലും പോയിരിക്കാമെന്നാണ് കരുതിയത്. എന്നാൽ ബാലരാമപുരത്ത് കിണറ്റിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് തിരച്ചിൽ നടത്തിയപ്പോൾ ഗോപാലകൃഷ്ണന്റെ മൃതദേഹം പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ ജീർണിച്ച നിലയിൽ. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. കഴിഞ്ഞ ദിവസം ഗോപാലകൃഷ്ണൻ സുഹൃത്തുക്കളും ഒന്നിച്ചിരുന്ന് മദ്യപിച്ചിരുന്നുവെന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. ബാലരാമപുരം ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപത്ത് ഉണ്ണിയുടെ വീട്ടിലെ കിണറ്റിലാണ് ഉച്ചയോടെ മൃതദേഹം കണ്ടത്. ദുർഗന്ധം വമിക്കുന്നതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെടുത്തത്. ബാലരാമപുരം പോലീസും നെയ്യാറ്റിങ്കര ഫയർഫോഴ്സും ചേർന്ന് മൃതദേഹം പുറത്തെടുത്തു. താന്നിവിള സ്വദേശി ഗോപാലകൃഷ്ണന്റെ മൃതദേഹമാണെന്ന് പ്രദേശവാസികൾ തിരിച്ചറിഞ്ഞു. മൃതദേഹത്തിന് 3 ദിവസത്തിലധികം പഴക്കം വരും. ഗോപാലകൃഷ്ണൻ അവിവാഹിതനാണ്. പതിവായി ഗോപാലകൃഷ്ണനും ഉണ്ണിയും അടങ്ങുന്ന സംഘം ഈ പ്രദേശത്ത് നിന്ന് മദ്യപിക്കാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു.
അസ്വാഭാവിക മരണത്തിന് ബാലരാമപുരം പോലീസ് കേസെടുത്തു. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലം സാധാരണ സൗഹൃദം പുതുക്കലിൻ്റെ വേദിയാകാറുണ്ട്. എന്നാൽ ചിലയിടത്ത് സ്ഥിതി മറിച്ചാണ്. അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ എതിർപ്പാളയത്തിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പ്രാദേശികമായി രാഷ്ട്രീയ വൈദ്യം പലപ്പോഴും സംഘർഷത്തിലാണ് കലാശിക്കുന്നത്. തിരുവനന്തപുരം വർക്കലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പങ്കെടുക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ പരസ്യമായി ഏറ്റുമുട്ടൽ. ബന്ധുക്കളായ സ്ത്രീകൾ നടുറോഡിലാണ് തമ്മിൽ തല്ലിയത്. മർദ്ദനമേറ്റ യുവതിയുടെ പരാതിയെ തുടർന്ന് അയിരൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:15 വർക്കല അയിരൂർ പാളയംകുന്ന് ഗുരുമന്ദിരത്തിന് സമീപം സംഘർഷം തുടങ്ങിയത്. വർക്കല സ്വദേശി സുനി എന്ന യുവതി ചതയപൂജയ്ക്ക് പങ്കെടുത്ത ശേഷം മടങ്ങവേ സുനിയുടെ ബന്ധു കൂടിയായ ബിന്ദു എന്ന യുവതി വഴിയിൽ തടഞ്ഞു നിർത്തി അസഭ്യം വിളിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി. ബിന്ദുവും സുനിയും ബന്ധുക്കളാണ്. ബിന്ദുവിന്റെ സഹോദരൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ്. സുനിയെ ബിന്ദുവിന്റെ സഹോദരന്റെ ഇലക്ഷൻ പ്രചരണത്തിനായി വിളിച്ചിട്ടെത്തിയില്ല എന്ന് പറഞ്ഞായിരുന്നു ആദ്യം തർക്കം തുടങ്ങിയത്. തർക്കം പിന്നീട് വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലും കലാശിച്ചു. അടികൊണ്ട് തറയിൽ വീണ സുനിയെ നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. ശരീരമാസകലം മർദ്ദനമേറ്റ സുനി വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ സുനിയുടെ പരാതിയിൽ അയിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 വർക്കല. എനിക്ക് അയാളോട് ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല. അത്രയധികം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ സ്വന്തം പങ്കാളിയാകാം, സുഹൃത്താകാം, അല്ലെങ്കിൽ ഉറ്റ ബന്ധുക്കളാകാം. അങ്ങനെ പലരോടും പക മനസ്സിലിട്ട് നടക്കുന്ന കുറേ ആളുകളെ കാണാറുണ്ടല്ലേ. ഇത്തരം പ്രതികാര ചിന്ത മനുഷ്യൻ്റെ ഒരു ഭാവമാണ്. ലോകമുണ്ടായ കാലം മുതൽ പകയുടെയും വിദ്വേഷത്തിൻ്റെയും കുറേ കഥകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പക വീട്ടാൻ ഇറങ്ങിയവരുടെ അന്ത്യം പലപ്പോഴും ദുരന്തത്തിലാകാൻ കലാശിക്കുക. അതിനാൽ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ദുഷിച്ച ചിന്ത ഒന്ന് ഉപേക്ഷിക്കുക. മനസ്സമാധാനമുണ്ടാകുന്നു. ഇനിയുള്ള കാലം അങ്ങ് സ്വസ്ഥമായി ജീവിക്കുക. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.